നിങ്ങൾ കാണണം എന്റെ ഗെയിം. നിങ്ങൾ ഇവിടെ നിന്നു, പക്ഷെ ഷാനവാസിനെ വെറുതെ വിട്ടില്ല ഞാൻ. നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത കമ്മ്യൂണിറ്റിക്ക് മുകളിലല്ല ഷാനവാസ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തന്നെയാണ് ഷാനവാസ്. അതിനൊരു തർക്കവും വേണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തെ ഒരു 10-25 പേര് അങ്ങ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതാണ് വലുത് എന്ന് തെറ്റിദ്ധരിക്കുന്നത്. ലാലേട്ടൻ ഞാൻ വീട്ടിൽ കയറ്റും, നീ ആരാണ് അത് പറയാനെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ലാലേട്ടനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ലാലേട്ടൻ പറഞ്ഞു, ട്രെൻഡിങ് ആണ്, എല്ലാവരും ഏറ്റെടുക്കലാണ്. പിന്നെ മനസ്സിലായല്ലോ അല്ലെ എന്താണ് ആദില നൂറ എന്നൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലാക്കുന്നത് നല്ലതാണെന്നുള്ളതാണ്. ഇവിടെ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഷാനവാസിന്റെ അവിടെ തൊട്ടു, അവിടെ മാത്രമല്ല എവിടെയൊക്കെയോ തൊട്ടു. ഈ ഒരു കാര്യം ചർച്ചയാണ്, ഇന്നും ചർച്ചയാണെന്നുള്ളത്. ഞാൻ വിചാരിച്ചത് അവസാനിക്കുന്നുള്ളത്, പക്ഷെ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ അവസാനിക്കുക. ഈ ഒരു കാര്യത്തിൽ ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊരു 1.5 സ്റ്റാൻഡാണ്. ആദിലയുടെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതൊരു 2-2.5 സ്റ്റാൻഡാണെന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അവരെ സ്റ്റാൻഡൊക്കെ നമുക്കൊന്ന് കണ്ടോക്കാം. എന്താണെന്നറിയോ, ഈ വിഷയത്തില് ഓരോ കാര്യങ്ങളും ഓരോ ടൈം കഴിഞ്ഞിട്ട് അറിയണത്. അതിന്റെ അടുത്ത സൈഡ് ഇപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ ബിന്നി പറഞ്ഞ മാത്രം കേട്ട് കഴിഞ്ഞാല് നമ്മൾ ബിന്നിയുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പൊ നീ കണ്ണടച്ച് വിശ്വസിച്ചു ഷാനവാസിനെ. നിങ്ങൾ റെപ്രസെന്റ് ചെയ്ത കമ്മ്യൂണിറ്റിക്ക് മുകളിലല്ല ഷാനവാസ്. ശരിയടാ. ഇവിടെ ഷാനവാസിനെ കണ്ണടച്ച് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈ വിഷയം ഷാനവാസ് എവിടെയും പറയാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ആദിലയാണ് ഇതിവിടെ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു കൊണ്ടുവന്ന് പറയുന്നത്. അതായത് അവളുടെ കയ്യിൽ നിന്ന് പോയൊരു വിഷയത്തിനെ ശരിയാക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ ബിന്നി പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കും, അവര് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് എല്ലാവരും പറഞ്ഞ് വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, എനിക്കിത് കേൾക്കാൻ താല്പര്യം കേട്ടോ, ഒഴിവായി പോരെ. എന്തൊരു മഹാനാണ് ഇരുന്ന് പറയുന്നത്. ഷാനവാസ കമ്മ്യൂണിറ്റിക്ക് മുകളിലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസ കമ്മ്യൂണിറ്റിക്ക് മുകളിലാണ്. അത് മനസ്സിലാക്കണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സ്ട്രൈറ്റ് ആണെന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ഡിഫറൻറ്റ്. ആണുമല്ല പെണ്ണുമല്ല ചേരേണ്ടത്, ആണും പെണ്ണുമാണ് ചേരേണ്ടത് എന്നുള്ള ചിന്താഗതികളെക്കാൾ മുകളിലല്ല LGBTQ. അത് മനസ്സിലാക്കണം. തെറ്റായ സന്ദേശമാണ് ഇപ്പൊ അക്ബർ കൊടുത്തിട്ടുള്ളത്. അയാൾ വളർന്നു വന്ന ആ മതസമുദായത്തെ പോലും ആള് കളിയാക്കുന്നത് പോലെയല്ലേ. ഷാനവാസ് എന്ന് പറയുന്നത് കറക്റ്റ് പേഴ്സൺ ആണ്. അയാളുടെ മുകളിലല്ല LGBTQ. അത് മനസ്സിലാക്കണം. ആണിനാണല്ല, പെണ്ണിന് പെണ്ണല്ല, അതൊക്കെ മനസ്സിലാക്കണം. എന്റെ പൊന്നുടായിപ്പ് മോനെ, നിന്റെ ഉമ്മ പറഞ്ഞ കാര്യങ്ങൾ നൂറ പറഞ്ഞ് ഞങ്ങൾ കേട്ടു. ആദിലെ നൂറയും മാറ്റി നിർത്തണമെന്ന് ഉമ്മ പറഞ്ഞു എന്നുള്ള കാര്യം വെച്ച് അവർ കരയുന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലാലേട്ടൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലെന്ന്. പിന്നെ നൂറ ആദിലും പറഞ്ഞപ്പോൾ കൊണ്ട് ലാലേട്ടൻ ചോദ്യം ചെയ്തില്ല, പറഞ്ഞിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വളർന്നു വരുന്ന ആ ഒരു മതസമുദായം ഉണ്ട്, അവർ പഠിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്. ഇനി മതങ്ങളെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും LGBTQ എന്നെക്കാൾ മുകളിലാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവരെന്നേക്കാൾ താഴെ തന്നെയാണ്. കാരണം അവർ ചിന്തിക്കുന്ന ചിന്താഗതി വളരെ മോശമായ ഒരു ചിന്താഗതിയാണ്. അവർക്ക് സ്വാതന്ത്ര്യം ജീവിക്കാനെന്ന് കരുതിക്കൊണ്ട് എങ്ങനെയാണ് നമ്മളത് അംഗീകരിക്കുക? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ ഈ പറയുന്ന അക്ബറിന് തന്നെ ഭാവിയിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അക്ബർ ചിന്തിക്കുക അത് ശരിയല്ലട്ടാ എന്നുള്ളത്. അതില്ല, ഞാൻ ഓൾമോസ്റ്റ് കൺക്ലൂഷനിലെത്തി. അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ കൺക്ലൂഷനിലെത്തി. പറയാൻ കാരണം ഇത് പലയിടത്തും പല കഥയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. നിന്റെ കൺക്ലൂഷനൊക്കെ ഇന്ന് വൈകുന്നേരം അറിയാട്ടോ മോനെ, നിന്റെ കൺക്ലൂഷനൊക്കെ അറിയാം. നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞോ. നിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ടല്ലേ ഇവ വന്ന സമയങ്ങളിലൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി ആദ്യം വന്ന സമയത്തെ ആള് ഓട്ടപ്പാച്ചില്, ഉറങ്ങാൻ സ്ഥലമില്ല, എനിക്ക് എവിടെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് അനുവിന്റെ കട്ടിൽ വന്ന് കിടന്നതാ. അനു പേടിച്ചു പോയി ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇവന്റെ അടുത്ത് പോയി കിടക്കുന്നത്. അക്ബറിന്റെ കൂടെ 2-3 ദിവസം കിടന്നിട്ടുള്ളൂ. എന്നിട്ട് നെവിൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിന്റെ കൂടെ 2 ആഴ്ച കിടന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ അത് നുണയല്ലേ? നിനക്ക് അവന്റെ പ്രവൃത്തിയിലൊന്നും തോന്നിയില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് തോന്നിക്കൂടാതിരിക്കാനും സാധ്യതയില്ലല്ലോ. തോന്നി, ഷാനവാസിന് തോന്നി, ഷാനവാസിന് അനുഭവം ഉണ്ടായി. അതിന് ഞാൻ കൺക്ലൂഷനിലെത്തി. അത് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. എന്റെ പൊന്നു മനഗുണാഞ്ചാന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവനൊക്കെ ഫാൻ ബേസ് ഉണ്ടേ, അതാണ് രസം. തമാശക്ക് പറഞ്ഞ പല കാര്യങ്ങളും അവര് സീരിയസ് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പുറത്താക്കാൻ നോക്കി. എന്തിന്റെ പേര് അപ്പൊ പറഞ്ഞ റീസൺ ആണ്. അത്ര നാളും മിണ്ടാതിരുന്നിട്ട് അപ്പം ആ മൊമെന്റ് അവനെ പുറത്താക്കാൻ വേണ്ടി എത്രയും ട്രിഗർ ചെയ്തപ്പോ ചോദിച്ചപ്പോ പറഞ്ഞ റീസൺ ആണ് ഞങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ നോക്കി എന്നുള്ള ഒരു റീസൺ. അതവൻ തമാശക്ക് ഇവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ലേ? തൊട്ടടുത്ത് പറഞ്ഞ് കേട്ടില്ലേ? അക്ബറിന്റെ ഡയലോഗാണ്. ആദില നൂറയെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് നെവിൻ. അതുകൊണ്ട് നെവീനെ കുറിച്ചിട്ടൊരു നുണ പറഞ്ഞതാണെന്നാണ് ഇവൻ പറയുന്നത്. ഇതാണ് ഇവന്റെ സ്റ്റാൻഡ് കേട്ടോ, ഇവന്റെ ഡബിൾ സ്റ്റാൻഡ് ഇതാണ്. ബെന്നി പറഞ്ഞ കുറച്ചും കൂടി ഇന്ന് കേട്ടു വെക്കാം. അതൊരു വാലിഡ് റീസൺ എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. ആ ഒരു കാര്യം അതിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അവര് പറയുന്നത് വിശ്വസിക്കുന്ന വേണ്ടിയെന്ന് അവർക്ക് അതിൽ വീഴുപോയെങ്കിൽ അത് അവരുടെ
പറയട്ടെ, ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു സാബുമേനോ അത് പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് ആദില പറഞ്ഞു. ഞാൻ പറഞ്ഞു സാബുമേൻ അങ്ങനെ നിവിന്റെ അടുത്ത് പറയട്ടെ. നിങ്ങൾ അവിടുന്ന് കിട്ടും വിചാരിച്ചിട്ട് ഒരാളെ ഒരു ക്യാരക്ടർ കണ്ട് നശിപ്പിച്ച് കളയാ. കേട്ടില്ലേ? സാബു മോൻ, ഷാനവാസ്, പ്രവീണ് ഇവരൊന്നും പറഞ്ഞത് അവന് തലയിൽ കയറിയിട്ടില്ല. ഇത്രയും ആളുകൾ ഒരു അലിഗേഷൻ പറയുമ്പോൾ അവന് ഒരാളെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചേർത്ത് വെക്കുന്നു. ഓക്കെ, നല്ല സൗഹൃദങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. പക്ഷെ ഇവൻ ഈ നവീനോട് എന്തെങ്കിലും സൗഹൃദം ഉണ്ടോ? വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഇതിപ്പോ പാവാടത്തുമ്പ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഗ്യാങ് അക്ബറും എല്ലാവരും കൂടെ ചേർത്ത് ഉണ്ടാക്കിക്കുക എന്നുള്ളതാ. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതിൽ അതിലെന്നൂറ് ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുന്നത് അത് കാണാണ്ട്. സാബുമോന് എല്ലാ ഇടങ്ങളിലും വെറുതെ പോയി എന്തൊക്കെയാ കേട്ട് വരുന്നത്. ഈ ഷാനവാസും അനീഷും വേറൊരു ടീമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കും ഗിസയിലും ആര്യനും സെപ്പറേറ്റ് ആണ്. അല്ല, അവർ പോലും ചേർന്നുകൊണ്ടൊരു വലിയ ഗ്യാങ് ഇപ്പൊ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ചില സമയത്ത് റന ഫാത്തിമയെയും ബിന്നിയെയും കാണാൻ കഴിയും. എന്നാൽ ഇവരും ഈ ഒരു കട്ടപ്പന പരിപാടി ഇനി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ അകത്ത് എന്നുള്ളതാണ്. ബിന്നി പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. അതായത് ഇത്രയും ആളുകൾ അലിഗേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ നവീനെ ഒറ്റപ്പെടുത്താനോ ചേർത്ത് വെക്കാനോ കഴിയാത്തൊരവസ്ഥയാണെന്നുള്ളതാ. വീക്കെൻഡ് വരുമ്പോ മനസ്സിലാവുന്നല്ലേ അക്ബർ പറഞ്ഞിട്ടുള്ളത്. വീക്കെൻഡിൽ കുറച്ച് കാര്യങ്ങൾ കാണാട്ടോ. 24/7 കാണുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ആളുകൾക്ക് കാര്യം കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഇത് ഞാൻ തെറ്റുകാരനാണ് ബിഗ് ബോസ് പറയുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും പബ്ലിക്കിന്റെ മുമ്പിലും എനിക്കും നിങ്ങൾ സോറി ചോദിക്കണം. എനിക്ക് രാത്രി കിടന്ന് എനിക്ക് മനസ്സമാധാനത്തിൽ ഉറങ്ങാൻ സോറി പറഞ്ഞത് വലിയൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. സോറി പറഞ്ഞത് വലിയ കാര്യം. ഇത് രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നലെ പകല് നടന്ന കാര്യമാണ്. എല്ലാവരും കൂടെയുള്ള ചർച്ച. രാത്രി ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് കരഞ്ഞത് ഈ വ്യക്തി തന്നെയാണ്. അതായത് ഡബിൾ സ്റ്റാൻഡിന്റെ അങ്ങേയറ്റാണ്. ഈ ഡബിൾ സ്റ്റാൻഡിനെയാണ് ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്യുന്നത്. നെവിന് സന്തോഷമായി എത്രേ മാപ്പ് പറഞ്ഞതിൽ, സോറി പറഞ്ഞതിൽ സന്തോഷമായി എന്നുള്ളത്. അതേ നെവിൻ തന്നെയാണ് ഇന്ന് രാവിലെ വീണ്ടും കിടന്നിട്ട് കുത്തിമറയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടിയിട്ടോ ഒരു ബഹളം വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടാകാൻ പോണില്ല. ഇത് ചർച്ചയ്ക്ക് വെക്കി ലാലേട്ടൻ വന്ന് ചോദിക്കും. എല്ലാ ആഴ്ചയിലും ഒരു കുൽസിതല്ലെങ്കിൽ ലാലേട്ടന് ഒരു സമാധാനം ഇല്ല എന്നുള്ളതാണ്. പുള്ളി വിചാരിക്കുന്നത് എന്താ അറിയോ, റിയാസ് വന്നപ്പം തൊട്ട് പുള്ളീനെ അഗെയിൻസ്റ്റ് ആക്കി നമ്മൾ കാണുന്നു, പുള്ളീനെ ബാക്ക് സ്റ്റാബ് ചെയ്തോട്ടെ. പക്ഷെ പുള്ളി എപ്പോഴെങ്കിലും സത്യം അറിയും. സത്യം അറിയാനൊന്നുമില്ല. റിയാസ് വന്നതിന് ശേഷം തന്നെയാണ് നിങ്ങളിൽ മാറ്റം വന്നിട്ടുള്ളത്. ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണപ്പട്ടം. അത് 7 വർണ്ണുള്ള പട്ടം. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. അയാൾ അറിയാതിരിക്കുക എനിക്കതൊരു ഇതല്ല ബേബി. ഞാൻ പറഞ്ഞില്ല, നെവിനായിരുന്നു എന്റെ കൺസേൺ. നെവിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു അവനോട്, എടാ ഞാൻ ഇവിടെ ഇരുത്തി അവനോട് പറഞ്ഞു, ഇന്ന് പറഞ്ഞു, എടാ നീ നിന്റെ സൈഡിൽ ഒരു ഇതാണ്, നീ പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്താൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ ചെറുക്കനോട് ഫസ്റ്റ് തൊട്ടേ അവനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ അവനാടുന്ന് അങ്ങനെ ഒന്നല്ല പറയുന്നത്. അവന് കുറെ നിലപാടുകളും പറയുന്നുണ്ട്. പൊന്നു നൂറ, ആദിലയെ മാറ്റി ഒറ്റക്ക് കളിച്ചോ. ഞാൻ കാര്യമായിട്ട് പറയാ, ഈ ആദിൽ അവിടെ പോയിട്ട് നെവിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങളൊക്കെ കേട്ടതാ. ഇപ്പൊ നൂറയുടെ അടുത്ത് വന്നിട്ട് നൂറയോട് പറയുന്നത്, സ്വന്തം പാർട്ട്ണറോട് പോലും ഇങ്ങനെയാണ് നുണ പറയുന്നത്. അപ്പൊ പിന്നെ ഗെയിമിന്റെ അകത്ത് നുണ പറഞ്ഞില്ലെങ്കിൽ അതിശയിക്കാനൊന്നുമില്ല. കൊള്ളാം. പക്ഷെ ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അവനൊന്നും മാറ്റി പറഞ്ഞിട്ടില്ല. അവനാ ബൗണ്ടറി സെറ്റ് ചെയ്യണം. മുന്നേ തന്നെ ചെയ്യേണ്ടിയിരുന്നു. ബേബി എന്താ പറഞ്ഞത്, നമ്മളെന്താ ഉദ്ദേശിച്ചെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാവണം. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി. റിയാസ് സലീം വന്നതിന് ശേഷം നിങ്ങളുടെ ഗെയിം ഒക്കെ പാളിപ്പോയി. അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ലക്ഷ്മി വന്നിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ച് ലാലേട്ടൻ അത് ചോദ്യം ചെയ്തില്ലെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ചോദ്യം ചെയ്തതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള കോമൺ ആയ ആളുകളൊക്കെ വിഡ്ഢികളാണ് എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ആദിൽ എന്ന് പറയുന്ന വ്യക്തി നിരന്തരമായിട്ട് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഫേവറായിട്ട് തോന്നുന്ന ആളുകളോട് മാത്രം പോയി സംസാരിക്കുക. ഇന്നലെ ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് കൈയും കാലും പിടിച്ചിട്ടുണ്ട്. ഇനി ഷാനവാസിനെ നാളെ തിരിച്ചു കുത്തും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ആരെയാണ് പൊരിക്കാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. പ്രൊമോ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് ഡബിൾ സ്റ്റാൻഡ് അങ്ങോട്ടും കൊണ്ട് ചാടി കളിക്കുകയാണ് ഈ ആദില എന്ന് പറയുന്ന വ്യക്തി. എല്ലായിടത്തും ഈ ആദില കട്ടപ്പയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണണം എന്റെ ഗെയിം. നിങ്ങൾ ഇവിടെ നിന്നു. പക്ഷെ ഷാനവാസിനെ വെറുതെ വിട്ടില്ല. അവൻ പോണം. ഒന്നില്ലെങ്കിൽ ഞാൻ പോണം, അല്ലെങ്കിൽ അവൻ പോണം. ആര് പോകുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കൂടി എനിക്ക് തോന്നുന്നില്ല ഇനി ഇവിടെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇയാളെ പിടിച്ച് ദൂരെ കളയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ചിലപ്പോ ഇത് പഞ്ചവർണ്ണ തത്തുകളുടെ പരിപാടി ആയതുകൊണ്ടും 7 ആയതുകൊണ്ട് 7ന്റെ പണി 7ന്റെ വെള്ളം, അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ഇവരെ നിലനിർത്താനും സാധ്യതയുണ്ട്. ആദില ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സ്റ്റാൻഡിന്റെ അങ്ങേയറ്റ, അക്ബർ ഡബിൾ സ്റ്റാൻഡിന്റെ അങ്ങേയറ്റാണ്. നെവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തമാശകൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അയാളിലും കുറച്ച് വിഷമുണ്ട് എന്ന് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയും കൃത്യമായിട്ടുള്ള വിഷം തന്നെയാണ് എന്നുള്ളതാണ്. ഈ 4 പേര് ഇതിൽ നിന്ന് മാറിയാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ സാബുമൻ എന്ന് പറയുന്ന വ്യക്തി
ഇപ്പൊ അവിടെ നിന്നാലും നിന്നില്ലെങ്കിലും ആർക്കും ഒരു കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും വെറുപ്പിക്കുന്നില്ല, പാവമാണ് എന്നുള്ള ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ ഒരു ടാസ്കിലൂടെ നമ്മൾ കൊടുക്കും ചെയ്തു, ഒരു നല്ല പട്ടം കിട്ടും ചെയ്തു ആൾക്ക്. എന്നാലും ഗെയിം കളിക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. അതേപോലെ ബെന്നി ഇപ്പൊ എവിടെയും കാണാനില്ല കേട്ടോ. ഒണിയൽ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു ലക്ഷ്മിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസം വർത്താനം പറഞ്ഞതോടുകൂടി ആളും കഴിഞ്ഞു. അപ്പൊ കഴിവില്ലാത്ത കുറെ എണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ആഴ്ചയിൽ ഒണിയൽ പുറത്തു പോകില്ല തോന്നുന്നില്ലേ. ബാക്കിയുള്ള ആളുകളിൽ ആരെ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഡബിൾ സ്റ്റാൻഡ് ഗെയിം ഒക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. അപ്പൊ കീപ് വാച്ചിങ്. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.